Hi students, I am Sindhu. ഞാൻ M.Com ഫസ്റ്റ് സെമിസ്റ്ററിലെ MCA4 സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് അതിലത്തെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മേ ബി ക്ലാസിഫൈഡ് ആസ്, അതായത് ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് social institutions and systems, social institutions and systems, social groups, social values and attitudes, social responsibilities of business, role and responsibility of government. ഒന്നുകൂടെ പറയാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്. സെക്കൻഡ് വൺ സോഷ്യൽ ഗ്രൂപ്പ്സ്. Third one, social values and attitudes, social responsibilities of business, and last one, role and responsibility of government. അതായത് ഇവിടെ 5 എണ്ണമാണ് പറയുന്നത്. ഈ 3 എണ്ണം ഈ ക്ലാസ്സിൽ നമ്മൾ പറയും. അടുത്ത 2 എണ്ണം, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്സും അതേപോലെ തന്നെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഒക്കെ അടുത്ത ചാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു സെറ്റപ്സ് ലൈക്ക് ഫാമിലി, സ്കൂൾ, ചർച്ച്, സ്റ്റേറ്റ് എക്സെട്ര. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഫാമിലി, സ്കൂൾ, ചർച്ച്, സ്റ്റേറ്റ് എക്സെട്ര. which are essential to maintain the orderly arrangement of social structure. അതായത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഘടന അതിൻ്റെ ഒരു ഓർഡർലി അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിന് തീർച്ചയായിട്ടും വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. വിച്ച് ആർ എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? അത്രയും എസെൻഷ്യൽ ആണ്. ഇനി ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ പറഞ്ഞു ഫാമിലി, അതേപോലെ തന്നെ പിന്നെ പറയുന്നത് എക്കണോമിക്സ്, അതായത് 5 kinds ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഫാമിലി, എക്കണോമിക്സ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റേറ്റ്. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂളുകൾ. അപ്പോൾ ഏകദേശം അതേപോലെയുള്ള പോയിന്റുകൾ തന്നെയാണ് 5 kinds ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ഫാമിലി, ഇക്കണോമിക്സ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് എക്സെട്ര. ഇനി ആൾസോ എ നമ്പർ ഓഫ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇപ്പം ഇതിനൊക്കെ നമ്മൾ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ നമ്പർ ഓഫ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ എന്തുണ്ട്? സെക്കൻഡറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് ഓഫ് ദീസ് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഫാമിലി, എക്കണോമിക്സ്, അതേപോലെ തന്നെ റിലീജിയൻ, എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് എന്ത്? ഈ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് ഫാമിലി. ഫാമിലിയിൽ വരുന്നത് മാരേജ്, ഡൈവേഴ്സ്, മോണോഗമി, പോളിഗമി എക്സെട്ര. എന്താണ്? ഫാമിലിയിൽ നിന്നും ഡിറൈവ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഫാമിലിയിൽ നിന്നും വന്നിരിക്കുന്നത്? മാരേജ്, ഡൈവേഴ്സ്, മോണോഗമി, പോളിഗമി എക്സെട്ര. അതായത് മാരേജ്, ഡൈവേഴ്സ് ഇതൊന്നും അറിയാത്ത ബുദ്ധിമുട്ടില്ല. മോണോഗമി, അതായത് ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെ പോളിഗമി, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം, ഇതിനെയാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി പറയുന്നത് എക്കണോമിക്സ്, സാമ്പത്തികപരമായ കാര്യങ്ങൾ. പ്രോപ്പർട്ടി, ട്രേഡിങ്, ക്രെഡിറ്റ്, ബാങ്കിങ് എക്സെട്ര. പ്രോപ്പർട്ടി, ട്രേഡിങ്, ക്രെഡിറ്റ്, ബാങ്കിങ് എക്സെട്ര. ഇനി അടുത്തത് റിലീജിയൻ, അതായത് വിവിധ തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ.
ചർച്ച്, ടെമ്പിൾ, മോസ്ക് എക്സെട്ര. ചർച്ച്, ടെമ്പിൾ, മോസ്ക് എക്സെട്ര. ആൻഡ് നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ, അതായത് സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി എക്സെട്ര. സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി എക്സെട്ര. ആൻഡ് നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, അതേപോലെ തന്നെ പാർട്ടി സിസ്റ്റം, ഡെമോക്രസി എക്സെട്ര. സ്റ്റേറ്റ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പാർട്ടി സിസ്റ്റം, ഡെമോക്രസി എക്സെട്ര. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൽ തന്നെ വേറൊരു ഭാഗമാണ് സോഷ്യൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സോഷ്യൽ സിസ്റ്റം. മെയിൻ കമ്പോണൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റം ആർ സെന്റിമെന്റ്സ്, അതേപോലെ തന്നെ ബിലീഫ്സ്, നോംസ്, സ്റ്റാറ്റസ്, റാങ്ക്സ്, ഫെസിലിറ്റീസ്, പവേഴ്സ് എക്സെട്ര. അതായത് സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസുകൾ എന്തൊക്കെയാണ്, ഇതിൽ പ്രധാനമായിട്ട് അത് എന്താണ്, അതിൻ്റെ കോമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ സബായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് സെന്റിമെന്റ്സ്, ബിലീഫ്സ്, നോംസ്, സ്റ്റാറ്റസ്, റാങ്ക്സ്, ഫെസിലിറ്റീസ് ആൻഡ് പവേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോളജ് ആൻഡ് ബിലീഫ്. നോളജ് ആൻഡ് ബിലീഫ് നമുക്കറിയാം, ഇതൊക്കെ ആൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നോളജ് ആൻഡ് ബിലീഫ്, അതായത് എന്താണ് ബിലീഫ് അല്ലെങ്കിൽ നോളജ്? എനി പ്രൊപ്പോസിഷൻ അബൌട്ട് എനി ആസ്പെക്ട് ഓഫ് ദ യൂണിവേഴ്സ്. Any proposition about any aspect of the universe that is accepted as true may be called as belief. അതായത് എന്താണ് ബിലീഫ് അല്ലേ? ഒരൊറ്റ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറയും? വിശ്വാസം. അതായത് ഓരോരുത്തരുടെ വിശ്വാസം എന്താണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അതന്നെ ആയിക്കൊള്ളണമെന്നില്ല മറ്റൊരാളും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം ശരിയാണ് എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എനി പ്രൊപ്പോസിഷൻ അബൌട്ട് എനി ആസ്പെക്ട് ഓഫ് യൂണിവേഴ്സ്, അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ that is accepted as true, അതെന്താണ്? ട്രൂ ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ may be called as belief. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിലീഫ് എന്ന് വിളിക്കുന്നത്. എനി പ്രൊപ്പോസിഷൻ about any aspects of the world or universe that is accepted as true, അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് may be called a belief. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്? ബിലീഫ് എന്ന് വിളിക്കാവുന്നതാണ്. A belief may be true or false. ഇനി ബിലീഫ് അത് ശരിയാണ് അല്ലെങ്കിൽ ശരിയാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് എന്തുമാകാം? ഫാൾസും ആകാം. അപ്പോൾ എ ബിലീഫ് മേ ബി ട്രൂ ഓർ ഫാൾസ് എന്നാണ് പറയുന്നത്. സംടൈംസ് അത് എന്തായിരിക്കാം? ട്രൂ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിലോ ഫാൾസ് ആകാം. ഇറ്റ് മേ ബി വെരിഫയബിൾ ഓർ നോട്ട്, അത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലാത്തതോ ആയിരിക്കാം. ഇറ്റ് മേ ബി വെരിഫയബിൾ ഓർ നോട്ട്, ബട്ട് ദ പീപ്പിൾ ഹു ഹോൾഡ് ഇറ്റ് കൺസിഡർ ഇറ്റ് ടു ബി ട്രൂ. കണ്ടു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദ പീപ്പിൾ ഹു ഹോൾഡ് ഇറ്റ്, അതായത് ആരാണോ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അല്ലെ ശരിയായ രീതിയിലാണ് എന്നുള്ളത് എന്താണ്? അവരത് വിശ്വസിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ളത് എന്താണോ അതെന്താണ്? ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ദ പീപ്പിൾ ഹോൾഡ് ഇറ്റ്, ആരാണോ അത് ഹോൾഡ് ചെയ്യുന്നത്, ഇറ്റ് കൺസിഡർ ഇറ്റ് ടു ബി ട്രൂ, അതെന്താകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണെന്ന് ധരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്? എന്താണ്? ട്രൂ ആണ് എന്നുള്ളതാണ്. അതായത് എൻ്റെ വിശ്വാസം അതാണ് എന്ന് പറയുമല്ലോ, അപ്പൊ അതാണ് ശരിയാകാനുള്ള സാധ്യത എന്നതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ കുറിച്ചിട്ട് ട്രൂ ആണ് എന്നുള്ളത് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ അബൌട്ട് എനി ആസ്പെക്ട് ഓഫ് ദ യൂണിവേഴ്സ് that accepted as true may be called as belief. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, ട്രൂ ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ബിലീഫ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് സെന്റിമെന്റ്സ്. സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് സെന്റിമെന്റ്സ്. സെന്റിമെന്റ്സ് റെപ്രസെന്റ് ദാറ്റ് വി ഫീൽ അബൌട്ട് ദ വേൾഡ്. അതായത് നമ്മൾ വേൾഡിനെ കുറിച്ച്
എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഈ വേൾഡിനെ കുറിച്ച് എന്താണോ, അല്ലെങ്കിൽ വേൾഡിലത്തെ ഓരോ അവസ്ഥയെക്കുറിച്ചും ഓരോ വസ്തുതയെക്കുറിച്ചും നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെന്റിമെന്റ്സ് എന്നുള്ളത്. They are the product of experience and cultural conditioning. They are the product of experience. അത് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ആൻഡ് കൾച്ചറൽ കണ്ടീഷനിങ്. അതായത് ദേ ആർ ദി പ്രൊഡക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കൾച്ചറൽ കണ്ടീഷനിങ്. അതായത് കൾച്ചറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൾച്ചർ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, അതിനനുസരിച്ചുള്ള സെന്റിമെന്റ്സ് ആണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുക. അപ്പൊ സെന്റിമെന്റ്സ് ആർ ദി പ്രൊഡക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കൾച്ചറൽ കണ്ടീഷനിങ്. ഇനി നമ്മുടെ കൾച്ചറൽ വാല്യൂസ് അതേപോലെ തന്നെ സോഷ്യൽ ഗോൾസ് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ അവർ സെന്റിമെന്റ്സ്. അതായത് നമ്മുടെ സെന്റിമെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കൾച്ചറൽ വാല്യൂസ് അതേപോലെ തന്നെ സോഷ്യൽ ഗോൾസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെന്റിമെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി സെന്റിമെന്റ്സ് മേ ബി ഓഫ് വേരിയസ് കൈൻഡ്സ്. ഈ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വിവിധ തരത്തിൽ ആണ്. മേ ബി ഓഫ് വേരിയസ് കൈൻഡ്സ് എന്നാണ് പറയുന്നത്. ഇന്റലക്ച്വൽ ഉണ്ടാകാം, അതേപോലെ തന്നെ എത്തിക്കൽ ഉണ്ടാകാം, എസ്തെറ്റിക് ഉണ്ടാകാം, റിലീജിയസ് ഉണ്ടായിരിക്കാം. അപ്പോൾ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് മേ ബി ഓഫ് വേരിയസ് കൈൻഡ്സ്, ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ, അതേപോലെ തന്നെ എത്തിക്കൽ, എസ്തെറ്റിക്. അല്ലെ, എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ബോധമായ അല്ലെങ്കിൽ സൗന്ദര്യബോധത്തോടെ എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ റിലീജിയസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പെടുന്നത്, സെന്റിമെന്റ്സിൽ. അതായത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിവിധ രീതിയിലുള്ള സെന്റിമെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് മേ ബി ഓഫ് വേരിയസ് കൈൻഡ്സ്, ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ, അതേപോലെ തന്നെ എത്തിക്കൽ, എസ്തെറ്റിക്, റിലീജിയസ് എക്സെട്ര. ഇനി തേർഡ് പോയിന്റ്, സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന തേർഡ് പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻഡ്, ഗോൾ ഓർ ഒബ്ജക്റ്റീവ്സ്. എൻഡ്, ഗോൾ ഓർ ഒബ്ജക്റ്റീവ്സ്. അതായത് എൻഡ് അല്ലെങ്കിൽ ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റ്സ് ദ സോഷ്യൽ സിസ്റ്റം. അതായത് സോഷ്യൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എൻഡ്, ഗോള്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരമാണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, സോഷ്യൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി മെമ്പേഴ്സ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം expect to accomplish a particular end or objective through appropriate interaction. അതായത് ഈ സോഷ്യൽ സിസ്റ്റത്തിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ടു അക്കംപ്ലിഷ് എ പെർട്ടിക്കുലർ എൻഡ് ഓർ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക എൻഡ് എന്ന് പറയുന്നത് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാനാണ്, ത്രൂ അപ്രോപ്രിയേറ്റ് ഇന്ററാക്ഷൻ. ഹ്യൂമൻ നീഡ്സ്, ഗോൾസ് ആൻഡ് എൻഡ്സ് ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. അതായത് നമ്മൾ പരസ്പരമുള്ള ഇന്ററാക്ഷനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗോൾസ് അതേപോലെ തന്നെ നമ്മുടെ എൻഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, പരസ്പരമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ വേണം. അല്ലാതെ തോന്നിയ രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്തത് കൊണ്ടായില്ല. നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇന്ററാക്ഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗോളുകൾ അക്കംപ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ അതേപോലെ തന്നെ നീഡ്സ്, ഗോൾസ് ആൻഡ് എൻഡ്സ് ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. ആ സോഷ്യൽ സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഓരോ മനുഷ്യൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് സോഷ്യൽ സിസ്റ്റത്തിന്റെ നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഫോർത്ത് പോയിന്റ്, നോംസ്. നോംസ് എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നെയാണ്. നോംസ് ആർ ദ സ്റ്റാൻഡേർഡ്സ്. നോംസ് ആർ ദ standards for determining what is right and what is wrong, appropriate and inappropriate, just and unjust, good and bad in social relationship. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ്സുകളാണ്. എന്താണ് അത്, ഒരു എന്താ പറയുക, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, അപ്രോപ്രിയേറ്റ് ആണോ അതോ ഇൻഅപ്രോപ്രിയേറ്റ് ആണോ, അതെന്താണ് ജസ്റ്റ് ആണോ അതോ അൺജസ്റ്റ് ആണോ, ഗുഡ് ആണോ ബാഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തിനനുസരിച്ചാണ്, കുറേ സ്റ്റാൻഡേർഡ്സുകളെ അനുസരിച്ചാണ്. ആ സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോംസ് എന്നുള്ളത്. അപ്പം നോംസ് ആർ ദ സ്റ്റാൻഡേർഡ്സ് വിച്ച് ഡിറ്റർമിൻ
A thing is what is right and wrong, appropriate or inappropriate, just and unjust, good and bad in social relationship. ഇനി ഫിഫ്ത്ത് പോയിന്റ് സ്റ്റാറ്റസ് റോൾ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പൊസിഷനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ ആയിക്കൊള്ളണം എന്നില്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിങ് ആകാം അല്ലേ, വാട്ട് എവർ മേ ബി. അതിന് നമ്മുടെ സമൂഹത്തിലുള്ള പൊസിഷൻ അല്ലെങ്കിൽ വില എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റസ് ഈസ് ദ പൊസിഷൻ വിച്ച് എൻ ഇൻഡിവിജ്വൽ ഹാസ് ഇൻ ദ സൊസൈറ്റി. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ആളുടെ പൊസിഷൻ എന്താണോ അതിനെയാണ്, അതായത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാനം എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാറ്റസ്. അപ്പോൾ സ്റ്റാറ്റസ് ഈസ് ദ പൊസിഷൻ വിച്ച് എൻ ഇൻഡിവിജ്വൽ ഹാസ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഒരാൾക്ക് കൊടുക്കുന്ന പൊസിഷൻ എന്താണോ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇൻ എ സോഷ്യൽ സിസ്റ്റം ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സ്റ്റാറ്റസ് അല്ലേ. ഒരാൾ ഇപ്പോൾ ചെറിയവനെന്നോ വലിയവനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും എന്തുണ്ടാകും, ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കാം. In the family, there are the status of father, mother, son, daughter, etc. It may be based on sex, age, caste or color, etc. അപ്പോൾ ഉദാഹരണമായിട്ടൊരു ഫാമിലി എടുക്കാം. അതിൽ എന്താണ് അച്ഛൻ എന്നുള്ള റോൾ, അല്ലെങ്കിൽ അമ്മ, അല്ലാന്നുണ്ടെങ്കിൽ മകൻ അല്ലെങ്കിൽ മകള്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും അവർക്ക് ഓരോരുത്തർക്കും എന്താണുള്ളത്, സ്റ്റാറ്റസ് ആണുള്ളത്. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാറ്റസ് എന്നുള്ളത്. ഇനി ഇത് എന്തിനെയെല്ലാം അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്, ബേസ്ഡ് ഓൺ സെക്സ്, അതേപോലെ തന്നെ ഏജ്, കാസ്റ്റ്, കളർ, ഇതിനനുസരിച്ചെല്ലാമാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ആകാം, അയാളുടെ ജോബ് ആകാം, അയാളുടെ ലിവിങ് കണ്ടീഷൻസ് ആകാം, ഇതിനനുസരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സിക്സ്ത് പോയിന്റ്, റാങ്ക്. It is determined by the evaluation placed upon the individual and his acts in accordance with the norms and standards of the system. അതായത് ഒരു സമൂഹത്തിൽ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ ആക്ട്സുകൾ, പ്രവൃത്തികൾ എങ്ങനെയാണ്, അതിനനുസരിച്ച ഇവാലുവേഷൻ നടത്തിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റാങ്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോഴും അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അതിനനുസരിച്ച് അവർക്ക് എന്താണ്, റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനനുസരിച്ചാണ്, അവർക്ക് കിട്ടിയ മാർക്കിനനുസരിച്ചാണ്, അവരുടെ പെർഫോമൻസിനനുസരിച്ചാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക്വൈസ് ഇൻ എ സൊസൈറ്റി ഹ്യൂമൻ ബീയിങ്സ് അവർക്ക് റാങ്ക് കൊടുക്കുന്നത് എന്തിനനുസരിച്ചാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, അതേപോലെ തന്നെ അവരുടെ ആക്ട്സുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ, അവരെങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആറാമത്തെ പോയിന്റ് പറഞ്ഞത് സ്റ്റാറ്റസ് റോള്, ആറാമത്തെ റാങ്ക്, അഞ്ചാമത്തെ എന്താണ്, സ്റ്റാറ്റസ് റോള്. ഇനി സെവൻത്ത് പോയിന്റ്, പവർ. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ, മറ്റുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്നുള്ളത്. പവർ refers to capacity to control others. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ്, കപ്പാസിറ്റിയെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇനി a conflict may take place many other types of conflict. Such a conflict is harmful for the social system. അതായത് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് പവർ, ഈ പവർ എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ്, എപ്പോഴും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അവിടെയും എന്ത് അറൈസ് ചെയ്തേക്കാം, കോൺഫ്ലിക്റ്റുകൾ അറൈസ് ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ് ആൻഡ് ദ ടീച്ചേഴ്സ്. ആദ്യം എന്ത് വരികയാണ്, ടീച്ചേഴ്സും അതേപോലെ തന്നെ സ്റ്റുഡൻസുകളും തമ്മിൽ എന്താണ് പ്രശ്നം വരികയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നമുക്ക് എന്താണ് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ എൻ്റയർ ഓർഗനൈസേഷൻ. അത് ആ ഓർഗനൈസേഷന് ഫുള്ളായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ ചെറിയൊരു പ്രശ്നം കൂടെ എന്തിലേക്ക് ലീഡ് ചെയ്തേക്കാം, വലിയ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്തേക്കാം. ഇനി അടുത്തതായിട്ട് അവിടെ മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കേണ്ടത് ആരാണ്, പ്രിൻസിപ്പലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഹെഡാണ്. അപ്പോൾ ആ പ്രിൻസിപ്പലിന് എന്തിനുള്ള അതോറിറ്റി ഉണ്ട്, ഹാവ് ടു കൺട്രോൾ ഓർ മാനേജ് ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, പ്രിൻസിപ്പലിന്
ഉണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രശ്നം അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഹെഡ് ആരാണോ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പൽ ഷുഡ് അതോറിറ്റി ടു കൺട്രോൾ ബോത്ത് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ആർക്ക് കഴിവുണ്ട്, ഹെഡിന്, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് സാങ്ഷൻ. എന്താണ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ റിവാർഡ്സ് ഓർ പെനാൽറ്റീസ് ഗിവൺ ഔട്ട് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ സോഷ്യൽ സിസ്റ്റം. Sanction refers to rewards and penalties given out by the members of a social system. Can be positive or negative. ഈ സാങ്ഷനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിവാർഡ്സ് ഓർ പെനാൾട്ടീസ്. അതായത് ഒരാള് എന്താണ് അയാളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുക, റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ അയാൾ എന്താണ് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും കൊടുക്കുക, പനിഷ്മെന്റ് ആയിരിക്കും കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാങ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്, പോസിറ്റീവും ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. ഇനി പോസിറ്റീവ് സാങ്ഷൻസിനുള്ള എക്സാമ്പിൾസ് ആണ് വേജസ്, അതേപോലെ തന്നെ പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ് എക്സെട്ര. വേജസ്, അതേപോലെ പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ്, എസ്റ്റീം, പ്രൈസ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ പ്രിവിലേജസ്, അതായത് ഒരാൾക്ക് വേജസ് കൊടുക്കുന്നു, പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ്, പ്രൈസ്, PRAISE പ്രൈസ്, അതേപോലെ തന്നെ എസ്റ്റീം അല്ലെ, അയാൾ എന്താണ് അഭിനന്ദിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക, പ്രശംസിക്കുക. അതേപോലെ തന്നെ പ്രിവിലേജസ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്, പോസിറ്റീവ് സാങ്ഷന് എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ നെഗറ്റീവ് എന്താണ്, വിവിധ രീതിയിലുള്ള പെനാൽറ്റീസ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പനിഷ്മെന്റ്, പെനാൽറ്റീസ് ആൻഡ് പനിഷ്മെന്റ്, ഇത് ഇതിന് എക്സാമ്പിൾസ് ആണ്, നെഗറ്റീവ് സാങ്ഷന് എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഫെസിലിറ്റി. എന്താണ് ഫെസിലിറ്റി? ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ്, അതായത് ഒരു ഫെസിലിറ്റി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, എസ് എ മീൻസ് യൂസ്ഡ് ടു അറ്റൈൻ എൻസ് വിത്തിൻ ദ സിസ്റ്റം. അതായത് നമ്മുടേതായിട്ടുള്ള എൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗോൾ, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ മാർഗങ്ങളാണോ യൂസ് ചെയ്യുന്നത്, മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർഗങ്ങൾ, ഏതെല്ലാം മാർഗങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫെസിലിറ്റി. അപ്പോൾ ഈ ഫെസിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് മീൻസ് യൂസ്ഡ് ടു അറ്റൈൻ അവർ എൻസ് ഓർ അവർ ഗോൾസ്. ഇനി പ്രൊവൈഡ് ആഡ്വക്കേറ്റ് ഫെസിലിറ്റീസ് ദേ ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. അത് നമ്മുടെ ഓർഗനൈസേഷനിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പരമാവധി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം 9 പോയിന്റാണ് ഇതിൽ പറഞ്ഞത്. ഇനി അടുത്ത പോയിന്റാണ്, മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ പോയിന്റാണ് സോഷ്യൽ ഗ്രൂപ്പ്സ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്താണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ, അതായത് വിവിധ എന്താ പറയാ സെഗ്മെന്റ്സ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ കളക്ഷൻ അങ്ങനെയൊക്കെ പറയാം. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇറ്റ് മീൻസ് എനി കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ബ്രോട്ട് ഇൻ ടു സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. ഇനി കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അതായത് എന്താണ്, കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഹു ആർ ബ്രോട്ട് ഇൻ ടു സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. അവരെന്താണ് ചെയ്യുന്നത്, സോഷ്യൽ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്, പരസ്പരം റിലേറ്റഡ് ആണ്. അതിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവർ എന്ത് ചെയ്തിരിക്കുന്നു, പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു. അവർ ഇസ് എ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി അതിന് കുറെ ഡെഫിനിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡെഫിനിഷൻ, എ ഗ്രൂപ്പ് മേ ബി thought of as a number of persons. അതായത് അതിൽ ഒരു വ്യക്തി മാത്രമല്ല, എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്. 2 or more, അത് 2 അതിൽ കൂടുതലോ ആകാം. ഹു ഹാവ് സം കോമൺ ഒബ്ജക്ട്സ് ഓഫ് അറ്റൻഷൻ. അവർക്ക് എന്തുണ്ടായിരിക്കും, ഓരോ ഗ്രൂപ്പിനും ഒരു കോമൺ ലക്ഷ്യം ഉണ്ടായിരിക്കും. ഹു ആർ സ്റ്റിമുലേറ്റിംഗ് ടു ഈച്ച് അതർ. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഓരോരുത്തരും ചെയ്യുമ്പോൾ ഇപ്പം എന്താണ്, ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അതെന്താണ്, ഒരു സ്റ്റിമുലേഷൻ തന്നെയാണ്.
അപ്പോൾ who are stimulating to each other, who have common loyalty, അവർക്ക് കോമൺ ആയിട്ടുള്ള എന്തുണ്ട്, ലോയൽറ്റി ഉണ്ട്, ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സിമിലർ ആക്ടിവിറ്റീസ്, അവരെന്തായിരിക്കും ഒരേപോലെയുള്ള ആക്ടിവിറ്റീസിലായിരിക്കും എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മേ ബി തോട്ട് ഓഫ് എസ് എ നമ്പർ ഓഫ് പേഴ്സൺസ്, 2 or more, 2 അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കും. ഹു ഹാവ് സം കോമൺ ഒബ്ജക്ട്സ്, അവർക്ക് എന്താണ് കോമൺ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. സ്റ്റിമുലേറ്റ് ഈച്ച് അതർ, ഹു ഹാവ് കോമൺ ലോയൽറ്റി ആൻഡ് ദേ ആർ ഡൂയിങ് ദ സിമിലർ ആക്ടിവിറ്റീസ്, അതായത് അവരെന്താണ് ഒരേപോലെയുള്ള ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നുണ്ടാകുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ്, അതായത് ഇതിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. റെസിപ്രോക്കൽ റിലേഷൻസ്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് റെസിപ്രോക്കൽ റിലേഷൻസ്, അതായത് അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, പരസ്പരം, അതായത് ഒരു സൈഡിലേക്ക് മാത്രം പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്താണ് റിലേറ്റഡ് ആണ്, അതിനെയാണ് റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ആർ ഇന്റർ റിലേറ്റഡ് ഈച്ച് അതർ, അവരെന്ത് ചെയ്തിരിക്കുന്നു, പരസ്പരം ഇന്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഗാദറിംഗ് ഓഫ് person form a social group only when they are interrelated, അതായത് a gathering of persons forms a social group, അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ only when they are interrelated, അവർ ഇന്റർ റിലേഷൻ അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആയാൽ മാത്രമേ അത് എന്തായി മാറുന്നുള്ളൂ, ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് മാറുന്നുള്ളൂ. റെസിപ്രോക്കൽ റിലേഷൻസ് ഫോം എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഏതെന്ന് പറയുന്നത്, ഈ റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അവർ പരസ്പരം എന്താണ് റിലേറ്റഡ് ആണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എന്താണ് പരസ്പരം മനസ്സിലാക്കി അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്കൊരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് അത് മാറാനും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെൻസ് ഓഫ് യൂണിറ്റ്, അവിടെ എന്ത് ബോധം ഉണ്ടായിരിക്കണം, യൂണിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ യുണൈറ്റഡ് ബൈ എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് എ ഫീലിംഗ് ഓഫ് സിമ്പതി, അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് എന്താണ് അങ്ങനെ ആകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നമ്മൾ കാണിച്ചിരിക്കണം, ഒരു സിമ്പതിയും കാണിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമാക്കി മാത്രം നോക്കുകയല്ല ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരിക്കണം, ഒരു സിമ്പതി ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ എന്താണ്, നമ്മളെല്ലാവരും ഒന്നാണ് അല്ലേ, അതിനെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്, ഐക്കമത്യം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഒരു യൂണിറ്റി എന്നുള്ള ഒരു സെൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തത് വി ഫീലിംഗ്, അതായത് നമ്മൾ എന്നുള്ള ഫീലിംഗ്, അല്ലാതെ ഞാൻ എന്ന ഫീലിംഗ് അല്ല, നമ്മൾ എന്നുള്ള ഫീലിംഗ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത്. The members of a group help each other and defend their interest collectively, അതായത് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, കളക്റ്റീവ് ആയിരിക്കണം. അതായത് ഒരാളുടെ താല്പര്യം മാത്രമാകാൻ പാടില്ല, എല്ലാവരുടെയും താല്പര്യം എന്തായിരിക്കണം, ഒന്നായിരിക്കണം. അതിനു വേണ്ടിയാകണം അവരെന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ അവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഐ എന്നല്ല, പിന്നെ എന്താണ്, വി എന്നുള്ള ഫീലിംഗ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ് കോമൺ ഇൻട്രസ്റ്റ്, നേരത്തെ പറഞ്ഞ ഏകദേശം അതേപോലുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, കോമൺ ആയിരിക്കണം. ഇറ്റ് ഈസ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ദാറ്റ് ദേ മീറ്റ് ടുഗദർ, അത് ഒരുമിച്ച് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് സിമിലർ ബിഹേവിയർ, എല്ലാവരുടെ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള ബിഹേവിയർ ആയിരിക്കണം, ഒരേപോലെയുള്ള ബിഹേവ് ഇൻ എ സിമിലർ വേ ഫോർ ദ പെർസ്യൂട്ട് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്, നമ്മുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണോ അത് അച്ചീവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എന്താണ് ഒരേ രീതിയിലുള്ള ബിഹേവിയറും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും തോട്ടും എല്ലാം ആയിരിക്കണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് നോംസ് എന്താണ്, എവരി ഗ്രൂപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ഓർ നോംസ് വിച്ച് ദ മെമ്പേഴ്സ് ആർ സപ്പോസ്ഡ് ടു ഫോളോ, അതായത് ഏതൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും എന്തുണ്ടായിരിക്കും, കുറേ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. ആ നോംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എവരി ഗ്രൂപ്പ് ഹാസ് റൂൾസ് ഓർ നോംസ് വിച്ച് ദ മെമ്പേഴ്സ് ആർ സപ്പോസ്ഡ് ടു ഫോളോ, അത് തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിലെ മൂന്നാമത്തെ പോയിന്റ് വരുന്നത് social values and attitudes.
അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് സോഷ്യൽ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. സോഷ്യൽ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെ, സൊസൈറ്റിയിലെ കുറേ മൂല്യങ്ങളും അതേപോലെ ഓരോരുത്തരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ മനോഭാവങ്ങൾ. സോഷ്യൽ വാല്യൂസ് ആർ ദ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ്സ്, കൾച്ചറൽ വാല്യൂസ് or cultural standards that indicate general good deemed desirable for the organized social life. അതായത് നമ്മുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഗുഡായിട്ട് കണക്കാക്കേണ്ട കുറേ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വാല്യൂസ് എന്നുള്ളത്. സോഷ്യൽ വാല്യൂസ് ആർ എന്താണ്? മെനി ടൈപ്സ് ഓഫ് കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗുഡ് ഡീംഡ് ഡിസൈറബിൾ ഫോർ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ഒരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫിൽ എന്താണ് വേണ്ടതായിട്ടുള്ള, ഒരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫിൽ വേണ്ടതായിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ്സുകളെയാണ്, കൾച്ചറൽ സ്റ്റാൻഡേർഡ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വാല്യൂസ് എന്നുള്ളത്. ഉദാഹരണമായിട്ട് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഈക്വാലിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ ചില ഗ്രൂപ്പുകാരെ മാത്രം അല്ലെങ്കിൽ ചില ഹ്യൂമൻ ബീയിങ്ങിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകൾ, അതിന് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലാവർക്കും എങ്ങനെയായിരിക്കണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണമല്ലോ. അപ്പോൾ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? സോഷ്യൽ വാല്യൂസ്. ഇനി എന്താണ് ആറ്റിറ്റ്യൂഡ്സ് അല്ലേ? നമുക്ക് സാധാരണ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ആറ്റിറ്റ്യൂഡ്സ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ ബീയിങ്. ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിയുടെയും മനസ്സിലുള്ള ഒരു കോൺഷ്യസ്നെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്. ഇറ്റ് റെഫേഴ്സ് ടു സർട്ടൻ റെഗുലാരിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ഫീലിങ്സ്, അതേപോലെ തന്നെ തോട്ട്സ് ആൻഡ് പ്രീഡിസ്പോസിഷൻസ് ടു ആക്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അല്ലേ, അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു എന്താ പറയുക പ്രവണത, അങ്ങനെയൊക്കെ പറയാലോ. അതിനെയാണ് പ്രീഡിസ്പോസിഷൻസ് ടു ആക്ട്. അല്ലാന്നുണ്ടെങ്കിൽ തോട്ട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ എന്താണ് ഫീലിങ്സ്. ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ്സ്. ഇറ്റ് റെഫേഴ്സ് ടു സെർട്ടൻ റെഗുലാരിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫീലിങ്സ്, തോട്ട്സ്, അതേപോലെ തന്നെ പ്രീഡിസ്പോസിഷൻസ് ടു ആക്ട് സംതിങ്. ഇനി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റിൽ നിന്നും എന്താണ്? ആറ്റിറ്റ്യൂഡ്സ് ഡിഫർ എന്നാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്തിൽ നിന്നും വ്യത്യസ്തമാണ്? ഇൻട്രസ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി ഇപ്പം രണ്ടും ഏകദേശം എന്താണ്? നമ്മുടെ എന്താ പറയുക സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ മൗൾഡ് ചെയ്തെടുക്കുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും. ബോത്ത് കൺസെപ്റ്റ്സ് ആർ പ്രൈമർലി സൈക്കോളജിക്കലി ലാർജ്ലി മൗൾഡ് അവർ ബിഹേവിയർ ആൻഡ് ഡിറ്റർമിൻ ദ സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബോത്ത് ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ അല്ലേ, രണ്ടും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിഹേവിയറിനെ മൗൾഡ് ചെയ്തെടുക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിലേറ്റഡ് ആണ്. മനസ്സിലായോ? പക്ഷേ ബട്ട് ആറ്റിറ്റ്യൂഡ്സ് ഡിഫർ ഫ്രം ഇൻട്രസ്റ്റ് ഇൻ വൺ സെൻസ് ദാറ്റ്. പക്ഷെ ഇത് എന്തുണ്ട് എന്നാണ് പറയുന്നത്? രണ്ടും തമ്മിൽ വ്യത്യാസവുമുണ്ട്. That interest is objective. Interest എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റീവ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഇനി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റീവ് ആണ്. ഇനി ആറ്റിറ്റ്യൂഡ് റിഗാർഡഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടുവേർഡ്സ് എ വാല്യൂ. അതായത് ഒരു വാല്യൂ, അതിപ്പോൾ നമുക്ക് അതിനോടുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലോ എനി എയിം, എന്താണ്? നമ്മുടെ ആ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ, അതായത് ഇപ്പം നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ആ എയിമിനനുസരിച്ചാണ് എന്ത് വരുന്നത് എന്നാണ് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.
അതായത് എനി എയിം വിച്ച് സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റി ടുവേർഡ്സ് ഇറ്റ്സ് അറ്റൈൻമെന്റ്, അതായത് എനിക്ക് അതാകാനാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മുടെ ആ എയിം വിച്ച് സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റി ടുവേർഡ്സ് ഇറ്റ്സ് അറ്റൈൻമെന്റ്, അപ്പം അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്തായിട്ട് പറയാം, ഒബ്ജക്റ്റീവായിട്ട് പറയാം. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റീവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ബാക്കി കുറച്ചും കൂടെ ടോപ്പിക്സുകൾ ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി മെയിനായിട്ടുള്ള കോമ്പോണൻസിൽ 2 കൂടെ ഉണ്ട്, അത് അടുത്ത ചാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.